തെറ്റിദ്ധരിക്കരുതേ, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ. എന്തിട്ട് പട്ടി പിടിക്കാൻ നിൽക്കണതാ കോമഡികൾ തന്നെ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ കുറച്ചുപേരൊക്കെ എൻ്റെ അടുത്ത് പറയും, ഡേയ് നിനക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചുവിടേടാ, വല്ല പണിക്കും വൈകി വിടേടാ. പോവില്ലടാ പോവില്ല, ഇതുപോലെ വന്നിരുന്നൊന്നും ചെയ്തു നോക്ക്, എന്നിട്ട് നീയൊക്കെ കൊണയടി. പിന്നെ അപ്പൊ ചോദിക്കും, നിനക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്ന അല്ലാണ്ട് നിനക്കൊന്നും പറയാനില്ലേടാ എന്നും നിങ്ങൾ ചോദിക്കും. തെറ്റ് പറയുന്നില്ല. മറ്റുള്ളവർ എന്തെങ്കിലും നല്ലത് കാണിച്ചിരുന്നെങ്കിൽ നല്ലത് പറയാം. ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു നല്ല ക്വാളിറ്റി പോലും ഇല്ലാത്തതിനൊക്കെ ഞാൻ എന്നെ എടുത്ത് വെച്ചിട്ട് നല്ലത് പറയാനാടേ, അതും കൂടി ചിന്തിക്കും. പിന്നെ പണിക്ക് പോടെ എന്ന് പറയുന്നവന്മാരുടെ അടുത്താണ് ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് ഇതിൽ നിന്ന് നല്ല ഏണിങ്സും ഉണ്ട്, ഞാൻ അതും വെച്ച് തട്ടിമുട്ട് നാം പോകുന്നുണ്ട്, എനിക്ക് ചായ കുടിക്കാനുള്ള ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനാണോ പണിക്ക് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളാണോ പണിക്ക് പോകുന്നത്? അതോ ഞാനാണോ പണിക്ക് പോകാതെ ഇരിക്കുന്നത്, നീയൊക്കെയാണോ പണിക്ക് പോകാതിരിക്കുന്നത്? ചിന്തിക്കുക. ബിസിനസ്. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാവാത്തവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ടോപ്പിക്ക് വേറെ ഒന്നുമില്ല, ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. ആദ്യം തന്നെ ഞാൻ തന്നെ പറയാം, അത്രയ്ക്ക് ചീഞ്ഞ ടോപ്പിക്കാണ്. നിലവാരം, നിലഗുണം, ഒരു സാധനം ചൂണ്ടിക്കാണിച്ചിട്ടാ നല്ലൊരു ടോപ്പിക് എന്ന് പറയാനായിട്ട് ഇതിലൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് കാണുക, ഇതായിരുന്നല്ലേ എന്ന് മനസ്സിലാക്കുക, പോവുക, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഈ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ രേണുസുതിയുടെ കാമുകൻ അമേരിക്കയിൽ എങ്ങാണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും രേണുസുതി കുറെ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ കാമുകൻ കണ്ട ഫോണ് മെസ്സേജ്. അയ്യോ, ഇത് നിങ്ങൾ കണ്ടാൻ പറ്റില്ല, ഈ ഒരു സെറ്റപ്പിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ആലോചിച്ച്, ഏതാടാ ഈ അതഭാഗ്യവാൻ, ഇത്രയും ഗതി കെട്ടവൻ, അങ്ങ് അമേരിക്കയിലൊക്കെ ഇരുന്നിട്ട് ഇതുവരെ നിനക്ക് പെണ്ണ് കിട്ടിയില്ലടാ എന്നും കൂടി എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. അത്രയും ഗതികെട്ട ഏവനോ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെയും ഞാൻ മനസ്സിലാക്കുന്നു, ഒരു ഉട്ടായ്പ് പരിപാടി കാണിക്കത്തില്ലേ, റീച്ചിന് വേണ്ടിയിട്ടും ജനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും. ചീത്തവിളി ആയാലും കൊള്ളാം, നല്ലത് തന്നെ പോരട്ടെ, ഞാൻ ലൈം ലൈറ്റിൽ നിൽക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സാധനമാണ് ഈ രേണു. അതുകൊണ്ട് അവർക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനമില്ല. പിന്നെ ഒരു സമയത്ത് സുധി ചേട്ടൻ മരിച്ച സമയത്ത് സുധിയെ വെച്ചിട്ട് മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കിയ, അവനെ വിറ്റ്, അവനെ പിഴിഞ്ഞങ്ങ് എടുത്ത്, അത് തന്നെ പറയാം, അവനെ മാക്സിമം പിഴിഞ്ഞെടുത്ത് അവള് ഫെയിം നേടി ഇന്ന് ഈ ഗതിയിലെത്തി. അതിൽ ഏറ്റവും ഒരു പങ്ക് വഹിച്ച ലക്ഷ്മി നക്ഷത്രമാണ്. മര്യാദയ്ക്ക് വീടിൻ്റെ അത് കിടന്നവളെ പിടിച്ചിട്ട് നീ സെലിബ്രിറ്റി ആണടി എന്ന് പറഞ്ഞുകൊണ്ട് തോളി 2 തട്ട്, അതോടെ തീർന്ന്. അന്ന് തുടങ്ങിയതാണ്, പിന്നെ ഇതുവരെ നിന്നിട്ടില്ല. എല്ലാത്തിനും കാരണം ലക്ഷ്മി നക്ഷത്ര. എവളെ ഒരുത്തി വന്നിട്ട് 2 തട്ട് തോളി തട്ടിയിട്ട് പോയതേ ഉള്ളൂ. അതിനുശേഷം ഒരു വാക്കും വാക്ക് വീഡിയോയിൽ കൂടി പറഞ്ഞു, അത് നീ ഇനി സെലിബ്രിറ്റി, നീയാണാടാ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞതുപോലെയാണ്, നീ ഇനി സെലിബ്രിറ്റി. ഇത് കേൾക്കാത്തപ്പാടെ തള്ള ഞാൻ പുലി തന്നെ പുപ്പുലി തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരിറങ്ങിയത് രേണു. ഇന്ന് വരെ നിന്നിട്ടില്ല, എവിടെയൊക്കെ പോയെന്ന് കണ്ട. ഓക്കെ, ഇപ്പൊ വേറൊരു വിഷയം ഇവിടെ മെയിൻ ആയിട്ടുണ്ട്. വിഷയം 2ആണ്. ഒന്ന് കാമുകൻ, അതോടെ കിട്ടും, അതിലോട്ട് വരാം. അതിനു മുന്നേ ഈ രേണു സുധിയെ പോലുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആൾക്കാര് സമൂഹം ഇന്ന് ഇനാഗ്രേഷന് വിളിക്കുന്നു, വലിയ ഷോകളിൽ വിളിക്കുന്നു, അങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു. ഇതിപ്പോ ഒരു ചർച്ചാ വിഷയമാവുകയാണ്. അതിന്റെ റീസൺ, ഒരു നിലവാരമോ ഒരു ക്വാളിറ്റിയോ ഇല്ലാത്ത ഇത്തരം ആൾക്കാരെ നെഗറ്റീവ് ആയാലും റീച്ച് ഉള്ളത് കൊണ്ട് വിളിച്ച് ഓരോ സ്ഥാപനങ്ങൾ ഇനാഗ്രേഷൻ ചെയ്യുന്നുണ്ട്, അത് ഇതൊക്കെ ചെയ്ത് ഓരോ കോപ്രായങ്ങൾക്ക് വിളിക്കുന്നുണ്ട്. കോമളിയായിട്ടായാലും കോപ്രായങ്ങൾക്ക് ഇവരെത്തുന്നുമുണ്ട്, ഇവർക്കൊക്കെ ഒരുപാട് ഏണിങ്സ് കിട്ടുന്നുമുണ്ട് എന്നുള്ളൊരു ചർച്ച വന്നതുകൊണ്ട് തന്നെ ഒരുപാട് വേറെ സ്ത്രീകളടക്കം കോപ്രായങ്ങളും പേക്കൂത്തുകളും കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങി തിരിച്ച് റീൽസും കാര്യങ്ങളും ഇടുന്ന ഒരു ചരിത്രവും കൂടി ആവർത്തിച്ചിരിക്കുകയാണ് സുഹൃത്തെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് കൊണ്ട് മറ്റൊരാൾക്ക് അത് ഒരു ഗുണമുണ്ടായില്ലെങ്കിലും ദോഷമുണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഈ ചില സ്ത്രീകളുണ്ട്, മെമ്പർഷിപ്പും അവരാതൊക്കെ കാണിച്ച് നടക്കും. എന്തിന്? അവരാധിച്ച് തന്നെ നടക്കും. വീട്ടിൽ കുടുംബത്തിലും പിള്ളേരുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത്തരം അപരാധങ്ങൾ കാണിച്ച് നടക്കുന്ന ടീംസിനെയും ഈ ഉദ്ഘാടനം അത് ഇതും എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്ഥലത്ത് വിളിക്കും, ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയിട്ട് ഭയങ്കര ചർച്ചയായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവരെ സമൂഹത്തിലോട്ട് നമ്മൾ കൈപിടിച്ച് കയറ്റുന്ന സമയത്ത് ഇതുപോലുള്ള ആൾക്കാർ വീണ്ടും ഉടലെടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ഇവിടെ അംഗീകാരം കിട്ടും എന്നുള്ളൊരു മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഇൻഡയറക്ട്ലി നമ്മുടെ സൊസൈറ്റിയിലോട്ട് പോവുകയാണ്. ഇത് കാണുന്ന ഓരോ പെൺകുട്ടികളും അല്ലെങ്കിൽ മറ്റു സ്ത്രീകളും നമുക്കും റീച്ച് ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും ഇതുപോലെയൊക്കെ ചെയ്യാം, കാരണം ഇങ്ങനെയുള്ളവരും സമൂഹം അംഗീകരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരും തെറ്റായ വഴികളിലേക്ക് ഇറങ്ങും എന്നുള്ളത് വാസ്തവമാണ്. ആ ഒരു കാര്യം നിൽക്കട്ടെ, ആ ടോപ്പിക്കിലോട്ട് ലാസ്റ്റ് വരാം. രേണു കാരണം വഴി നശിച്ചു ജീവിതം പെരുവഴിയിലായ സ്ത്രീകളടക്കം ഉണ്ട്. നമുക്ക് അതിലോട്ട് വരാം. അതിനു മുന്നേ ഞാനൊരു വീഡിയോ ഒന്ന് കൊടുക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചിരിക്കുക കരയ എന്താന്ന് വെച്ചാൽ ചെയ്തോ.
ഒരു ഡമ്മിയാണോ ആളാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതാ വാഴത്തടയാണോന്നും അറിയത്തില്ല. എന്തിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഒരു പാട്ട് വിട്ടിട്ട് വലിയ എന്താ നാണം കുണിങ്ങിയെ പോലെ നിന്ന് കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. രേണു ഉദ്ദേശിച്ചത് രേണുവിന് തന്നെ അറിയാം. എന്തോ വലിയ സംഭവം പോലെ കാണിക്കുകയാണ്. അതായത് മിസ്ലീഡിംഗ് ആയിട്ട് സമൂഹത്തിലേക്ക് ഒരു സാധനം ഇട്ട് കൊടുക്കുകയാണ്. എന്റെ കാമുകൻ, എന്റെ കള്ളക്കാമുകൻ എന്നുള്ള രീതിയിൽ മിസ്ലീഡിംഗ് ആയിട്ട് ഒരു സാധനം ഇട്ട് കൊടുക്കുകയാണ്, മുഖം കാണിക്കാണ്ട്. എന്തോ എനിക്ക് വാഴത്തടയോ പില്ലോ എങ്ങാണ്ട് കയറ്റി വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും പെണ്ണായിരിക്കും, മിക്കവാറും മറ്റേ കൂട്ടുകാരികളുടെ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇതെല്ലാം അതിനൊരു ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ആരാ ഇത്? 3 ലവ്, പിന്നിലുമായിട്ട് ലവ് ചിഹ്നങ്ങളും അടിച്ചു വെച്ചും കൊണ്ട് ഒരു ടൈറ്റിലും കൊടുത്തിട്ടിട്ടുണ്ട്. അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് മിസ്ലീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന സാധനം. ഇത് ഏതാണ്ട് 1 മില്യൺ അടിച്ച് വ്യൂസും ഉണ്ട്. അത്തരം ഇങ്ങനെ നെഗറ്റീവ് ചിന്താഗതികൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്, ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, വീഡിയോ വൈറലായാൽ മതി, എനിക്ക് വീണ്ടും ലൈവ് ലൈറ്റിൽ നിൽക്കണം എന്നുള്ളൊരു സാധനം ഇൻഡയറക്ട്ലി ഇട്ട് കൊടുക്കുകയാണ് രേണുവിനെ പോലെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇവരെ പോലെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. വെരി 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 ബാഡ് മെസ്സേജ് ആണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ ഇവർക്കൊരു കാമുകനുണ്ടെന്നും ഫോൺ വിളിക്കുന്നുണ്ടെന്നും അയ്യോ ഇത് മെസ്സേജ് കാണിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഈ ഓൺലൈൻ മീഡിയാസിന് പല വൈറ്റും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വീണ്ടും ഒരു ചർച്ചാ വിഷയം ആകാൻ വേണ്ടിയിട്ടും ഇത് നമ്മളെ പോലെയുള്ളവന്മാരുടെ അടുത്ത് വീഡിയോ ചെയ്ത് അവരെ 10 പറഞ്ഞാലും കുഴപ്പമില്ല, ഉളുപ്പില്ലാതെ ഇങ്ങനെ വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പറയും ഉള്ള കാര്യം പറയും, കാരണം നല്ലത് പറയാനില്ലല്ലോ. അപ്പൊ ഇതുപോലുള്ള സ്ത്രീകൾ കാണിക്കുന്ന ഇത്തരം ചീഞ്ഞ പരിപാടികളെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. ഇനിയിപ്പോ നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് പറയും ഞാൻ ഡമ്മിയാണ് കെട്ടിപ്പിടിച്ചത്, ഞാൻ അയ്യോ എന്റെ കൂട്ടുകാരിയാണ് കെട്ടിപ്പിടിച്ചത്, ആൾക്കാർ എന്തിനാ അങ്ങനെ ചിന്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പേരിൽ ചാനലല്ല ഇന്റർവ്യൂ ആയിരിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇവളെ പോലെയുള്ളവര് ഈ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർ ആദ്യം മടലോട്ടി അടിക്കണം. ഇതുപോലെയുള്ള സാധനങ്ങൾ എന്തിനാണ് വിളിച്ച് വരുത്തുന്നത്? ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനം അവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് വലിയ കാര്യത്തോടെ എടുത്തു വെച്ച് ചോദിക്കുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത്. കാരണം നല്ലൊരു മെസ്സേജ് ജീവിതത്തിൽ ഇന്ന് അവരെ കൊടുത്തിട്ടില്ല. നിങ്ങൾ പകരം ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയിട്ട് ഇവളൊക്കെ എക്സ്പോസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് വെടിപ്പായിരിക്കും. അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്ത് കഴിഞ്ഞാൽ കലക്കനായിരിക്കും. അല്ലാണ്ട് ഇവളെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇവളെയൊക്കെ പൊക്കി പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് എന്ത് മെസ്സേജാണ് ഇന്റർവ്യൂ എടുക്കുന്ന ചാനലടക്കം കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലുള്ളതിനൊക്കെ എക്സ്പോസ് ചെയ്താൽ വീണ്ടും കുഴപ്പമില്ല. ടൈറ്റിലും വീഡിയോ കണ്ടല്ലോ, ഇതിപ്പോ ചർച്ചാ വിഷയമാണ്. 1 മില്യൺ പ്ലസ് വ്യൂസും പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം ഇവളൊക്കെ എങ്ങനെയാണ് ഈ സൊസൈറ്റിയിലോട്ട് ഈ സാധനം ഇട്ട് കൊടുക്കുന്നതെന്ന്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ജനങ്ങൾ നിൽക്കാൻ. ഇതുപോലുള്ള സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ ചീത്ത വിളിക്കണം, അവിടെ പോയിട്ട് തെറി വിളിച്ചാലും കുഴപ്പമില്ല, കാരണം ഇവളെയൊന്നും സപ്പോർട്ട് ചെയ്യില്ല ജീവിതത്തിൽ. ഇവളുടെയൊക്കെ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെയൊക്കെ വിറ്റാണ് ഇവളുമാര് ജീവിക്കുന്നത്, ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു സമയത്ത് സുധി എന്ന് പറയുന്ന വ്യക്തിയെ പിഴിഞ്ഞ് എടുത്ത് വെച്ച് കച്ചവടം ചെയ്ത് ജീവിച്ചു. അതും ഏതോ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങിയ സമയത്ത് അവിടെ പറഞ്ഞാണ് അവ ഇങ്ങനെ ചത്താൽ നന്നായി, അല്ലെങ്കിൽ എനിക്ക് സഹതാപം കിട്ടില്ല എന്ന് പറഞ്ഞ ടീംസൊക്കെയാണ്. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്ക് ചരിത്രം ഫുള്ള് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിമർശിക്കുന്നത്. കുറെ പേർക്ക് തോന്നുന്നു നിനക്ക് കടിയില്ലടാ അവൾ ഇത്രയും ഇതായതുകൊണ്ട്. നിങ്ങൾ എന്തായെന്നാണ് ഇവളെ പറ്റിയിട്ട് പറയുന്നത്? ഒരു തേങ്ങയായിട്ടില്ല. ഇതാണോ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി? ഇങ്ങനെ ഊച്ചാളിത്തനോ ഊളത്തനോ കാണിച്ചുകൊണ്ട് നടക്കുന്നതാണോ ക്വാളിറ്റി? ഒരിക്കലുമല്ല. ഇനി കുറച്ച് കമന്റ്സ് ഈ വീഡിയോയുടെ താഴെ വന്ന് തന്നെ ഞാൻ ഒന്ന് കൊടുക്കാം. കഴിവേറിയ ഏതോ ആണ് ഓക്കെ, അതെ നിന്റെ PRF തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് രേണു റിപ്ലൈ കൊടുത്തിരിക്കുന്നു. PRF എനിക്ക് മനസ്സിലായില്ല, എന്തോ CRPF ആണോ എന്തോ ഉദ്ദേശിച്ചത്. PRF എന്തെങ്കിലും ആവട്ടെ. ചേച്ചിക്ക് എന്റെ വക 1000 വായിച്ചെടുത്തോ. എല്ലാം മരിച്ചുപോയ സുധിയേട്ടന് വേണ്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ പാവം തോന്നും. അത് എല്ലാം സുധിയേട്ടന്. ഇപ്പൊ സുധിയേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന വലുതായിട്ടും കാണാറില്ല. വലിയ നല്ല കാര്യം. അവനെ വെച്ച് മാക്സിമം സെഞ്ചിട്ട പോച്ച്. ഉറങ്ങിയാൽ മതിയായിരുന്നു കോപ്പ്, ഈ അപരാധം കാണേണ്ടി വരില്ലായിരുന്നു. പോയി നേരെ നിന്റെ പെണ്ണും പിള്ളേടാ മോനെ എന്ന് പറഞ്ഞ് രേണു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അവളെ ആരോ പോയി മേലെന്ന് വിളിച്ചു തന്നെയാണ്. പ്രസാദ് എങ്ങനെ വിളിക്കാതിരിക്കും? കാണിച്ചു കൂട്ടുന്ന വീഡിയോകൾ കണ്ടില്ലേ, എങ്ങനെ വിളിക്കാതിരിക്കും? ഓക്കെ, വല്ലവരുടെ പോയി ഉഴുന്നുവടയിൽ ഓട്ട ഇട്ടിട്ട് ഞങ്ങളോട് ആരാന്ന് ചോദിച്ചാൽ എന്തു പറയാനാ ആണ് സഹോദരി? ഇപ്പോൾ ഇതല്ലേ ട്രെൻഡ്, വല്ല KSRTC ബസ്സിലും പോകും. അതെ നീ പോടാന്ന് പറഞ്ഞിട്ട് രേണു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നല്ല ഒന്നാം തരം അണ്ണാക്കി കൊടുക്കുന്ന മറുപടികളും കമന്റ്സുകളുമാണ് ഈ വീഡിയോയുടെ താഴെ കാണാൻ സാധിക്കുന്നത്. സത്യം പറയാമല്ലോ, എന്നിട്ടും ഉളുപ്പില്ലാണ്ട് അതിനടുത്ത് റിപ്ലൈയും കൊടുത്തിട്ട് വീണ്ടും ഉളുപ്പില്ലാത്ത ഇത്തരം വീഡിയോസും ചെയ്തുകൊണ്ടിരിക്കാൻ നാണമില്ലേ? ചോദിക്കുന്നില്ല. പോട്ട്. അലിൻ ജോസ് പെരേരല്ലേ, അതായത് ഡമ്മി അലിൻ ജോസ് പെരേരല്ലേ, അവനെ പോലെ ഇരിക്കണല്ലേ ഊർത്തു പെരുപ്പി. പോട്ട്. അല്ലടാ അതിലും കൂടിയ വന, അതായത് പെണ്ണല്ല അതിലും കൂടിയ ഏവനോ ആണ് ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കാമുകനാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് മിസ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നാണോ ഇല്ലേ? ചോദിക്കുന്നില്ല, ഇല്ലെന്നറിയാം. എങ്കിലും എന്തുവാടാ ഇതൊക്കെ? എന്ത് മനുഷ്യരല്ലേ ഇങ്ങനത്തെയും ഓരോരോ ക്യാരക്ടർ? ഇതൊക്കെ എവിടെ നിന്നാ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത്? ബിഷപ്പ്
അയ്യോ അങ്ങേരെ അവസ്ഥ ഒന്നും പറയാനില്ല. നീ ഇതൊക്കെ പണ്ടേ ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം കോപ്പെ. തുണിക്കടയിലെ ഡമ്മി. ആൾക്കാരെല്ലാം നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് ആ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ളത്. അമ്മാതിരി തെറിവിളിയും പൂരത്തെറിവിളിയൊക്കെ ആയിട്ടാണ് ആൾക്കാർ ആ കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത്. എന്നിട്ടും നാണവും മാനവും ഉളുപ്പില്ലാണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പിള്ളേരുണ്ട്, കിച്ചുവും മറ്റേ ഋതപ്പനും. ഈ 2 പിള്ളേരുടെ അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഗതികേട്. അതിൽ കിച്ചു വീണ്ടും കുഴപ്പമില്ല, ഇവളുടെ മോനല്ല അത് സുധിയുടെ മോൻ എന്നുള്ള രീതിയിൽ അവന്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ മറ്റേ കോട്ടയത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ അവന് ചീത്തപ്പേര് വരുമെന്ന് അവന് പേടിച്ച് അവൻ നേരെ കൊല്ലത്ത് നിന്ന് അവന്റെ കാര്യം നോക്കി പോകുന്നുണ്ട്. പക്ഷെ വേറൊരു കുട്ടി വളർന്നു വരുന്നുണ്ട്. ആ കുട്ടീന് സമൂഹത്തിലോട്ട് നാളെ കേൾക്കാൻ പോകുന്ന ഒരുപാട് തെറിവിളികളുണ്ട്. ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു ഒറ്റ സ്ത്രീ കാരണം, ഈ രേണു എന്ന് പറയുന്ന ഒറ്റ സ്ത്രീ കാരണം ആ കുട്ടീന് സമൂഹത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോഴത്തെ ഈ കുന്തളിപ്പും തിളയപ്പും കുറച്ച് നാൾ കഴിയുമ്പോൾ കാണത്തില്ല. അന്ന് ഈ കൂടെ നിൽക്കുന്ന ഒരുത്തനും കാണത്തില്ല, ഒരുത്തിയും കാണത്തില്ല. ഈ നെഗറ്റീവ് കൊണ്ടുണ്ടാക്കുന്ന റീച്ചും കാണത്തില്ല. അന്ന് നീ ഒറ്റപ്പെടും. എന്തിന്? സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവും. അതെന്തെന്നറിയാവോ? ഈ കൊച്ചിനൊക്കെ തിരിച്ചറിവിന്റെ ഒരു പ്രായം വരുമ്പോ ആ കുട്ടി തന്നെ നിന്നോട് ചോദിക്കുന്ന ഒരു കാലം വരും. എന്തിനാ അമ്മ ഇങ്ങനെ നാണം കെട്ട് എന്നെ നോക്കിയത് എന്ന് ചിലപ്പോൾ ചോദിക്കും. കേട്ടോ? അങ്ങനെ ഒരു കാലം നിനക്ക് വരാതിരിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ആ കുട്ടി അടക്കം നിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാലം നിനക്കുണ്ടാവും. കിച്ചുവിന് ഇതെല്ലാം അറിയാം, അതുകൊണ്ട് തന്നെ അവൻ മാറി നിൽക്കുന്നു. പിന്നെ അവന്റെ സ്വന്തം അമ്മയല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും കോപ്പി ചെയ്യുന്ന പറഞ്ഞാൽ മാറിയിരിക്കുന്നുണ്ട്. നീ വീട് വച്ചു തന്നവരെയും വീടിന് വസ്തു തന്നവരെയൊക്കെ നീ തെറി പറഞ്ഞപ്പോഴും കുറ്റം പറഞ്ഞപ്പോഴും കിച്ചു വന്ന് ഒറ്റ ലൈവില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. അതോടെ നീ വീണ്ടും കയറിപ്പോയി. അതാണ് നിന്റെ അവസ്ഥ. എന്തായാലും ഇങ്ങനെ ഒരു അമ്മ എന്ന് പറയാൻ ഒരു മക്കളും താല്പര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളർന്നു വരുമ്പോൾ നിന്റെ മകൻ തന്നെ നിന്നെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടം ഉണ്ടാവാതിരിക്കട്ടെ. ഇനി ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യം ഒന്ന് കൊടുക്കാം. ഖേമക്കൻ ഒന്ന് തെറ്റിദ്ധരിക്കരുതേ, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ. അയ്യോ, ലൈൻ കട്ട് കിട്ടി, കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഇത് മതി കേട്ടാ, നമുക്കിത് മതി. ഇത് കട്ടയില്ല. അയ്യേ, എന്ത് തീട്ടച്ചളുവാടാ ഇത്. കാമുക ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഒന്നും കിട്ടാനുള്ള കിട്ടി. ലൈൻ കട്ട് എന്തോന്നടേ ഇതൊക്കെ. വെറും നിലവാരമില്ലാത്ത. അയ്യേ, എന്ത് പറയാനാടാ, എന്ത് മനുഷ്യരാടാ ഇതൊക്കെ. നിങ്ങൾ പറ ഗൈസ്, ഇതൊക്കെ എന്ത് മനുഷ്യരാ. അയ്യേ, ഇനി രേണുവിന്റെ ഒരു സ്റ്റോറി ഞാൻ കൊടുക്കാം. അദൃശ്യനായ കാമുകൻ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ, 2 വർഷം സമയം തരണം. മറുപടിയുമായി രേണു സുധി. അതായത് 2 വർഷം സമയം കൊടുക്കണം. അദൃശ്യനായ കാമുകൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഏത് ഗതികെട്ടവനാണോ ഇത്രയ്ക്ക് പോക്കില്ലാതെ കിടക്കണത്. നിനക്കൊക്കെ ഇതിനേക്കാളും നല്ലത് ഞാൻ പറയുന്നില്ല. പോട്ട് അങ്ങനെ ഏതോ അദൃശ്യ കാമുകൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും ഗതിയില്ലാത്ത ഏതോ പോങ്ങേ, അതും അങ്ങ് അമേരിക്കയിൽ എന്ന് പറയുന്നു. ഇതെന്താടാ, അമേരിക്കയിൽ ഉണ്ടായിരുന്നിട്ട് നീ എന്താടാ ഇങ്ങനെ ഗതിയില്ലാത്തവനായി പോയത്? പോട്ട്. അതാണ് അവസ്ഥ. അപ്പം ഇപ്പൊ സുധിയേട്ടനെയൊക്കെ വിട്ടല്ലേ. എന്റെ സുധിയേട്ടോ എന്ത് എവിടെ പോയി എന്റെ സുധിയേട്ടോ? ഭാവി കാര്യങ്ങൾ വെളിപ്പെടുത്താൻ താല്പര്യമില്ലെന്നും അതിന് 2 വർഷത്തെ സമയം വേണമെന്നും രേണു പറയുന്നു. നീ കെട്ടാതിരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യും. പക്ഷെ ഈ കോപ്രായങ്ങളും ഈ തോന്നിവാസങ്ങളും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കാതിരിക്കുക. നീ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരം ഉണ്ട് നിനക്ക്. നീ ബിഗ് സീറോ ആണ് രേണു, ബിഗ് സീറോ. നിന്റെ നിലവാരം, നിന്റെ ക്വാളിറ്റി എന്താണെന്ന് നീ കുറെ നാളുകൾ കഴിഞ്ഞ് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തേങ്ങയും കാണത്തില്ല. അതാണ് അവസ്ഥ. കേട്ടോ? ഇനി നീ സൊസൈറ്റിക്ക് ബാഡ് മെസ്സേജ് കൊടുത്തോണ്ടിരിക്കുന്നെന്നും നിന്നെയൊക്കെ പോലുള്ളത് വൈറലായെങ്കിൽ പിന്നെ നമുക്കും തോന്നിയവാസം കാണിച്ച് വൈറലായിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രേണു സുധി 2.0 വന്നിട്ടുണ്ട്. കണ്ടു നോക്കാം. ഇറങ്ങി വന്ന ആ അവസരത്തില് ചെറുപ്പക്കാരെ ആമ്പിളരെ ലോകം അടക്കെ അവൾ പച്ചത്തെറികളാണ് പറയുന്നത്. എന്നിട്ടും അവൾക്ക് ഇപ്പം ഉദ്ഘാടനമായി വീട് വെച്ചു കൊടുക്കുന്നു, ഒരുപാട് ആൾക്കാർ പോയി കാണുന്നു. അങ്ങനെ എന്തൊക്കെ പ്രത്യേകതകൾക്ക് അവൾക്ക് സപ്പോർട്ടായി ഇപ്പോൾ ആളുകൾ നിൽക്കുന്നു. ഞങ്ങൾ നിസ്സാരം ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇത്രത്തോളം അനാവശ്യമായ രീതികൾ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നാ അതിനകത്ത് കാണിച്ചത്. ഓക്കെ, ഈ ചേച്ചി നിസ്സാരമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിസ്സാരമായിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിസ്സാരമായിട്ടുള്ള ചേച്ചിയുടെ വീഡിയോ കാണുന്ന സമയത്ത് നിസ്സാരമായിട്ട് നിങ്ങൾ എന്തിനാ ചേച്ചി തെറി പറയുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. എന്റെ പൊന്നു ചേച്ചി, നിസ്സാരമായിട്ടുള്ള വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ ചിരിച്ചിരിച്ച് ചത്ത് പട്ടിപ്പെടുക്കാൻ നിൽക്കുന്ന പോലെയാണ് കയറി നിൽക്കുന്നത്. എന്റെ പൊന്നടാവി, നിസ്സാരമായിട്ടുള്ള വീഡിയോ ആണ്. എന്തായാലും നിസ്സാരമായിട്ട് ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിയുടെ ഉള്ളിലുള്ള സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണു സുധി
അവക്ക് ഇന്റർവ്യൂ ഉദ്ഘാടനം ബിഗ് ബോസ്, അയ്യോ അവള് വേറെ പുള്ളിയായി. എന്ത് ക്വാളിറ്റി മെസ്സേജാണ് അവള് കൊടുക്കുന്നത്? അത് തന്നെയാണ് ചേച്ചി ഇൻഡയറക്ട്ലി പറയുന്നത്. അപ്പൊ അങ്ങനെ അവളെ പുകഴ്ത്തി വെക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും ആൾക്കാർ തെറി വിളിക്കുന്നുണ്ടെങ്കിലും തെറി വിളി കേൾക്കുന്നുണ്ടെങ്കിലും അവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് നിസ്സാരമായിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ പോയത്? കേട്ടല്ലേ? കാരണം ഇവിടെ പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അടുത്ത് ഈ കോമഡി വീഡിയോസ്, സ്പൂഫുകൾ, പിന്നെ ചളു, പിന്നെ ഈ തോന്നിവാസം, പിന്നെ ഇത് പ്രത്യേക യൂണിവേഴ്സിൽപ്പെട്ട ഇവരെ പോലുള്ള ടീംസ്, അപരാധങ്ങൾ, ഇങ്ങനെ പല ടൈപ്പ് വീഡിയോസ് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക യൂണിവേഴ്സാണ്. ഇത് ഏതിൽ പെടുത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ചേച്ചിയുടെ ഒക്കെ ഉള്ളിലുള്ള സാധനം കണ്ടല്ലോ. രേണുവിനെയൊക്കെ എടുത്തു വെക്കാമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ എടുത്തൂടെ? അപ്പൊ നെക്സ്റ്റ് രേണു 2.0 കേട്ടോ. ചേച്ചി അടുത്ത് ഓടി വെക്ക, ഓടി വാ. മറ്റേ അഭിലാഷം എന്നെങ്ങാണ്ട് പറയുന്ന ഒരു കിഴങ്ങയുണ്ട്, അവന്റെ കൂടെ ചേച്ചി ചെയ്ത ഒരു റീല് കാണാം. ചിരിച്ച് ചത്തില്ലെന്നേ ഉള്ളൂ, സത്യം. ഇത് ഞാൻ പറഞ്ഞില്ലേ, പട്ടി പെടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് ചേച്ചി. ഇങ്ങനെ നിൽക്കുക. എന്തുവാ ഇത്? പട്ടി സാധാരണ മറ്റേ റിംഗ് മാസ്റ്റർ സിനിമയിൽ കണ്ടില്ല, മറ്റേ ദിലീപ് കൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ പോസ്റ്റിൽ വന്നിട്ട് ഇതുപോലെ കാലും പൊക്കി എന്നാണ് പിടിക്കണം. ഒന്നും പറയാനില്ല, അഭിമാനപൂർവ്വം നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് നാട്ടുകാർ തെറി വിളിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ. എന്തോന്നിടെ പണ്ടി വെച്ചിറക്കുക, ഒന്നും പറയാനില്ല. ചേച്ചിയുടെ വേറൊരു റീലും കൂടി കാണാം. പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ, താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. എവിടെന്നോ കുറെ എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. പിടി അത്ര ശരിയാവുന്നില്ലല്ലോ ഡബ്ലേഷുട്ട. ഇങ്ങനെ കുറെ എണ്ണത്തിനെ കൊണ്ട് ഇവൻ, അലിൻജോസ്, ആറാട്ട് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? പിന്നെ എന്ത് തോന്നിവാസം കാണിച്ചിട്ടാലും വൈറലായാൽ മതിയെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഇതുപോലത്തെ കുറെ ടീംസ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ലേ. ഇതിനെയൊക്കെ സമൂഹം അംഗീകരിക്കുക, ഇതുപോലത്തെ കോപ്രായങ്ങളും പേക്കൂത്തുകളും കാണിക്കുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. അയ്യോ അവരും ജീവിക്കട്ടെ, എന്ത് തോന്നിവാസം കാണിച്ചിവിടെ ജീവിക്കാന്നാണോ? അതാണോ നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന നമ്മുടെ മെസ്സേജ്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ജീവിച്ചുകൂടെ മനുഷ്യന്മാർക്ക്? ഇതൊക്കെ എന്ത് തോന്നിവാസോടെ? ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണം. പിന്നെ ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്തൊരാരും കണ്ടില്ല. മറ്റേനെ സപ്പോർട്ട് ചെയ്യാനാണ് ആള് കിടക്കുന്നത്. ആരെ? രേണാച്ചുനെ. ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടില്ല. പൂരത്തെറി വിളിയാ കമന്റ് ബോക്സുകളിൽ. അതുകൊണ്ടാണ് ചേച്ചി രംഗത്ത് വന്നത്. എന്നെ എന്തിനു തെറി വിളിക്കുന്നത്, രേണുവിനെ വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു സെറ്റപ്പ് സാധനം. ഇടേ മനുഷ്യന്മാരായ കുറച്ച് ഉളുപ്പെന്ന് പറഞ്ഞ സാധനം വേണോടെ? ഇതൊക്കെ എന്തോന്നേ, ഇവന്മാർ എവിടെന്നോ ഓരോ സാധനങ്ങൾ എവിടെന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് പിടിയും വലിയും ഒക്കെ നടത്തിയാണ് ഓരോ വീഡിയോസ് ചെയ്ത് വിടുന്നത്. പിടികൾ കാണുമ്പോഴേ അറിയാം ഇതൊക്കെ എവിടെ ഉള്ള ടീംസുകളാണെന്ന്, എന്തൊക്കെയാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശങ്ങളാണെന്ന്. എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ എന്ത് മത്തങ്ങ പരിപാടികളാണോ എന്താ ഇവിടെ നടക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ കോപ്രായങ്ങളൊന്നും സപ്പോർട്ട് ചെയ്ത് ഉദ്ഘാടനത്തിന് വിളിച്ചുകൊണ്ട് പോകരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ഞാൻ ഉള്ള കാര്യം സീരിയസിൽ പറയാം. നിങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉദ്ഘാടനം ചെയ്ത് കയറ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കടകളുണ്ടെങ്കിൽ പ്രൊമോഷൻ ചെയ്ത് പോ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവനവൻ ചെയ്താൽ മതി, അവനവൻ്റെയൊക്കെ കടകളായാലും എന്ത് സാധനങ്ങളായാലും. അല്ലാണ്ട് ഇതുപോലെ ഉള്ളതിനൊക്കെ വിളിച്ചുകൊണ്ട് ഉദ്ഘാടനം ഒന്ന് നിർത്തി ചീത്തപ്പേരുകളും കാലാകാലം ചീത്തപ്പേരുകളും മാത്രമാണ് നിനക്ക് കിട്ടുന്നത്. ഉള്ള കാര്യം പറയാം. ഇനി അടുത്ത ചേച്ചി ഇറങ്ങിയിരിക്കുകയാണ് 2.0 വർഷം ഉദ്ഘാടനത്തിന് പോകാനായിട്ട്. എന്തൊക്കെ കാണണമെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ കാണാം. ബൈ.